യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഒരു പാശ്ചാത്യ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 ആഴ്ചകൾക്കിടയിൽ ഇതാദ്യമായാണ് ഒരു ഫ്രഞ്ച് കപ്പലിന് ഇറാൻ ഇതിനായി അനുമതി നൽകുന്നതും. ദോഹയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമായ ഒരു അംഗീകൃത പ്രോട്ടോകോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതൊക്കെ കപ്പലുകൾക്ക് കടന്നുപോകാം എന്നത് നിലവിൽ പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഇറാനാണ്. വെള്ളിയാഴ്ചയാണ് ഫ്രഞ്ച് കപ്പൽ വിജയകരമായി ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കപ്പലിന് മാത്രം സുരക്ഷിതമായ യാത്ര അനുവദിച്ചത് എന്ന് വ്യക്തവുമല്ല. എന്നാൽ കടലിടുക്കിലൂടെ കടന്നുപോകുന്നതിന് കപ്പലുകളിൽ നിന്ന് ഇറാൻ പ്രത്യേക തുക ഈടാക്കുന്നതായി വാർത്തകളുമുണ്ട്. ഇതിനു പുറമെ തന്നെ ഇന്ത്യ, ജപ്പാൻ, തായ്ലൻഡ്, ഗ്രീസ്, മലേഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് തുടങ്ങി തങ്ങൾ സൗഹൃദ രാജ്യങ്ങളായി കണക്കാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇറാൻ യാത്രാനുമതി നൽകുന്നുമുണ്ട്. അതേസമയം തന്നെ തങ്ങളുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും അവരുമായി നേരിട്ട് ബന്ധമുള്ള മറ്റ് കപ്പലുകൾക്കും ഇറാൻ കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി ചേർന്ന് തങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ടെഹ്റാന്റെ നിലപാടും. സാധാരണയായി പ്രതിദിനം ഇരു ദിശകളിലേക്കുമായി 100ഓളം കപ്പലുകൾ കടന്നുപോകുന്ന ഈ സമുദ്രപാതയിൽ ഇപ്പോൾ ഗതാഗതം വളരെ നാമമാത്രമാണ്. യാത്ര തുടരാനാകാതെ ഏകദേശം 2000-നും 3000-നും ഇടയിൽ കപ്പലുകളാണ് നിലവിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതേസമയം തന്നെ ചില അനുകൂലമായ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തും വരുന്നുണ്ട്. ഈ ജലപാത വീണ്ടും തുറക്കുന്നതിനായി ഒമാനും ഇറാനും ചേർന്ന് പുതിയൊരു പ്രോട്ടോകോൾ രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇത് എങ്ങനെ പ്രാവർത്തികമാകും എന്നും അന്താരാഷ്ട്ര സമൂഹം ഇത് അംഗീകരിക്കുമോ എന്നതിലും പുതിയ ട്രോൾ വ്യവസ്ഥകൾ നിലവിൽ വരുമോ എന്നതിലും നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്.